എല്ലാവരുടെയും പഠനമൊക്കെ നല്ല നിലയിൽ തന്നെ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ 7ാമത്തെ ക്ലാസ്സാണ്. ഇതുവരെയായിട്ട് നമ്മളെന്ത് പഠിച്ചു എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഐ ഗോ, ഞാൻ പോകുന്നു അല്ലെങ്കിൽ പോകാറുണ്ട്. ഐ ആം ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോയി കഴിഞ്ഞു. ഐ വെൻറ്റ്, ഞാൻ പോയി. ഐ വാസ് ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പോയി കഴിഞ്ഞിരുന്നു. ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വിൽ ബി ഗോയിങ്, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാവും. ഐ വിൽ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ബേസാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇത്രയും രീതിയിൽ നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നിലവിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് പോരാ. ഇപ്പം ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് ഇതൊക്കെ. ഇതിന് നമ്മൾ വലിപ്പം കൂട്ടേണ്ടതുണ്ട്. ഇതെങ്ങനെ വലിപ്പം കൂട്ടാം എന്നുള്ള സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുന്നത്. അതിലിനി നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ വാക്കുകൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സാധനമാണ്. മലയാളത്തിൽ ഗതി എന്ന് പറയും. ഒരു മേശമേലൊരു പുസ്തകം ഇരിക്കുകയാണെങ്കിൽ മേശയും പുസ്തകവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ മേശയുടെ മുകളിൽ എന്നുള്ളതാണ്. ആ വാക്കുകളാണ് പ്രിപ്പോസിഷൻ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എബൌട്ട്, ഏകദേശം, കുറിച്ച്, 2 മീനിങ് ഉണ്ട്. ഇതിൽ പറയുന്ന എല്ലാ പ്രിപ്പോസിഷനുകളും ഒന്നിൽ കൂടുതൽ മീനിങ് ഉള്ളവ തന്നെയാണ്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. എബൌട്ട് ഗാന്ധിജി, ഗാന്ധിജിയെ പറ്റി. എബൌട്ട് 7 o'clock, ഏകദേശം 7 മണിക്ക്. എബോവ്, മുകളിൽ. എബോവ് ബിൽഡിംഗ്, ബിൽഡിങ്ങിൻ്റെ മുകളിൽ. എക്രോസ്, കുറുകെ. എക്രോസ് ദ റിവർ, നദിക്ക് കുറുകെ. ആഫ്റ്റർ, ശേഷം അല്ലെങ്കിൽ പിറകെ. ആഫ്റ്റർ 7 o'clock, 7 മണിക്ക് ശേഷം. ആഫ്റ്റർ ഡോഗ്, പട്ടിയുടെ പുറകെ. എഗെയിൻസ്റ്റ്, എതിരെ. എഗെയിൻസ്റ്റ് ദ വാൾ, ഭിത്തിക്കെതിരെ. എമംഗ്, ഇടയിൽ. എമംഗ് ചിൽഡ്രൻ, കുട്ടികളുടെ ഇടയിൽ. കുറേ ആൾക്കാർ അല്ലെങ്കിൽ 2ൽ കൂടുതൽ സാധനങ്ങളുടെ ഇടയിൽ ഉപയോഗിക്കാനാണ് നമ്മൾ എമംഗ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. എറൗണ്ട്, ചുറ്റും. എറൗണ്ട് ഹൗസ്, വീടിന് ചുറ്റും. ആസ്, പോലെ. ആസ് ഹിം, അവനെ പോലെ. അറ്റ്, ഇൽ. അറ്റ് ഓഫീസിൽ. അറ്റ് ഓഫീസ്, ഓഫീസിൽ. അറ്റ്, നേരെ. അറ്റ് ദ ഡോഗ്, പട്ടിയുടെ നേരെ. ബിഫോർ, മുൻപിൽ അല്ലെങ്കിൽ മുന്നേ. ബിഫോർ മീ, എൻ്റെ മുമ്പിൽ. ബിഫോർ 7 o'clock, 7 മണിക്ക് മുന്നേ. ബിഹൈൻഡ്, പിന്നിൽ. ബിഹൈൻഡ് ഷോപ്പ്, കടയുടെ പിന്നിൽ. ബിലോ, താഴെ. ബിലോ ദ ഫ്ലാറ്റ്, ഫ്ലാറ്റിന് താഴെ. ബിസൈഡ്, അരികെ. ബിസൈഡ് ഹെർ, അവളുടെ അരികെ. ബിസൈഡ്സ്, കൂടാതെ. ബിസൈഡ്സ് ഹിം, അവനെ കൂടാതെ. ബിനീത്ത്, അടിയിൽ. ബിനീത്ത് ദ ഫ്ലോർ, തറയുടെ അടിയിൽ. ബിറ്റ്വീൻ, ഇടയിൽ. ബിറ്റ്വീൻ രാജു ആൻഡ് രാധ, രാജുവിൻ്റെയും രാധയുടെയും ഇടയിൽ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എമങ് 2ൽ കൂടുതൽ. 2 പേരോ 2 വസ്തുക്കളോ ഉള്ളെങ്കിൽ അവിടെ നമ്മൾ ഇടയിൽ നിന്നുള്ള വാക്കിന് ഉപയോഗിക്കേണ്ടത് ബിറ്റ്വീൻ ആയിരിക്കും. ബിയോണ്ട്, അപ്പുറം. ബിയോണ്ട് ദ വാൾ, മതിലിനപ്പുറം. ബൈ, ആൽ, ആകുമ്പോഴേക്കും. ബൈ ടോം, ടോമിനാൽ. ബൈ 7 o'clock, 7 മണിയാകുമ്പോഴേക്കും. ബൈ ബസ്, ബസ്സിൽ പോകുന്നു. ഏതെങ്കിലും വാഹനത്തിലൊക്കെ പോകുമ്പോൾ ബൈ ആണ് ഉപയോഗിക്കുക. ഡൗൺ, താഴേക്ക്. ഡൗൺ ദ സ്റ്റെപ്സ്, പടവുകളിലൂടെ താഴേക്ക്. ഡ്യൂറിങ്, ഇടയിൽ. ഡ്യൂറിങ് വെക്കേഷൻ, അവധിക്കാലത്തിനിടയിൽ. എക്സെപ്റ്റ്, ഒഴികെ. എക്സെപ്റ്റ് രേഷ്മ, രേഷ്മ ഒഴികെ. ഇൻ, ഇൽ. ഇൻ സ്കൂൾ, സ്കൂളിൽ. ഇൻ 1990, 1990. ഇൻ ഫ്രണ്ട് ഓഫ്, ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്, വീടിന് മുമ്പിൽ. ഇൻസൈഡ്, ഉള്ളിൽ. ഇൻസൈഡ് ദ ഷോപ്പ്, കടയുടെ ഉള്ളിൽ. ഫോർ, വേണ്ടി. ഫോർ മനു, മനുവിന് വേണ്ടി. ഇൻ ടു, ഉള്ളിലേക്ക്. ഇൻ ടു ദ റൂം, മുറിക്കുള്ളിലേക്ക്. ഫോർ, ഓളം എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. ഫോർ മനു, ഫോർ 4 years, 4 വർഷങ്ങളോളം. ഫ്രം, ിൽ നിന്നും അല്ലെങ്കിൽ മുതൽ എന്നൊക്കെയാണ് മീനിങ് കിട്ടുക.
ഫ്രം കൊച്ചി, കൊച്ചിയിൽ നിന്നും അല്ലെങ്കിൽ കൊച്ചി മുതൽ. ലൈക്ക് പോലെ, ലൈക്ക് ഹിം അവനെപ്പോലെ. നിയർ അരികിൽ, നിയർ ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പിനരികിൽ. നെക്സ്റ്റ് ടു തൊട്ടടുത്ത്, നെക്സ്റ്റ് ബസ്, ബസ്സിന് തൊട്ടടുത്ത്. ഓഫ് ൻ്റെ അല്ലെങ്കിൽ ഉടെ, ഓഫ് ഫാത്തിമ ഫാത്തിമയുടെ. ഓഫ് അകലെ, ഓഫ് ഹോം വീട്ടിൽ നിന്നും അകലെ. ഓഫ് ഡസ്ക് ഡസ്കിന്മേൽ നിന്നും. ഓൺ മേൽ അല്ലെങ്കിൽ മുകളിൽ നിന്നൊക്കെ കിട്ടും. ഓൺ ദ ടേബിൾ മേശമേൽ. ഓൺ ഫ്രൈഡേ വെള്ളിയാഴ്ച, ദിവസത്തിന് മുമ്പ് നമ്മൾ ചേർക്കുക ഓണാണ്. ഓവർ മുകളിലൂടെ, ഓവർ ദ വോൾ മതിലിന് മുകളിലൂടെ. ഔട്ട് പുറത്ത്, ഔട്ട് ഓഫ് ദ റൂം മുറിക്ക് പുറത്ത്. പാസ്റ്റ് കഴിഞ്ഞ്, പാസ്റ്റ് സ്കൂൾ സ്കൂളും കഴിഞ്ഞ്. സിൻസ് മുതൽ, സിൻസ് 7 o'clock 7 മണി മുതൽ. ത്രൂ ഉള്ളിലൂടെ, ത്രൂ ഫെൻസ് വേലിക്കുള്ളിലൂടെ. നേരത്തെ ഞാൻ എലോങ്ങിന് ഇതുപോലെ ലൂടെ എന്നർത്ഥം പറഞ്ഞിരുന്നു. അത് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ അത് നീളെ എന്നാണ് അർത്ഥം കിട്ടേണ്ടത്. റോഡിലൂടെ എന്ന് പറയുന്ന പോലെ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒക്കെ നടക്കുന്നതിന് അത് അവിടെയാണ് നമ്മൾ എലോങ് ഉപയോഗിക്കാറ്. ടിൽ വരെ, ടിൽ 7 o'clock 7 മണി വരെ. ടു ലേക്ക്, ടു മുംബൈ മുംബൈയിലേക്ക്. നോട് മീനിങ് കിട്ടാറുണ്ട്. ടു മാത്യു മാത്യുവിനോട്. ടു പ്ലസ് വെർബ് വന്നാൽ, ഒരു വെർബിൻ്റെ മുമ്പിലാണ് ടു ചേർക്കുന്നതെങ്കിൽ അത് ചെയ്യുവാൻ എന്നായിരിക്കും അർത്ഥം കിട്ടുക. ടു റീഡ് വായിക്കുവാൻ. ടുവേർഡ് നേർക്ക്, ടുവേർഡ്സ് ആണെങ്കിൽ സെയിം മീനിങ് തന്നെ. ടുവേർഡ് ദ ബസ് ബസ്സിന് നേർക്ക്. അണ്ടർ അടിയിൽ ചുവടെ. അണ്ടർ ദ ടേബിൾ മേശയുടെ അടിയിൽ. അണ്ടിൽ അതുവരെ, അണ്ടിൽ ഡോൺ പ്രഭാതം വരെ. അപ്പ് മുകളിലേക്ക്, അപ്പ് ദ സ്റ്റെപ്സ് പടവുകളിലൂടെ മുകളിലേക്ക്. വൈൽ ആ സമയത്ത്, വൈൽ പ്ലേയിങ് കളിക്കുന്ന സമയത്ത്. വിത്ത് കൊണ്ട്, വിത്ത് നൈഫ് കത്തി കൊണ്ട്. വിത്തിന് കൂടെ എന്നും കൂടി മീനിങ് ഉണ്ട്. വിത്ത് ജോൺ ജോണിൻ്റെ കൂടെ. വിത്തിൻ അകത്ത് ഉള്ളിൽ. വിത്തിൻ കോക്കനട്ട് തേങ്ങയുടെ അകത്ത്. നമ്മളെ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാൻ നോക്കുകയാണ്. ശരിക്കും ഇത് പ്രീ പൊസിഷനാണ്. മുൻപേ, പ്രീ എന്ന് പറഞ്ഞാൽ മുൻപേ, അങ്ങനെ വേണം നമ്മൾ അത് ഉപയോഗിക്കാൻ. ഇപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ഞാൻ ഉപയോഗിച്ച് ഐ ഗോ ടു ഫീൽഡ്, വയലിലേക്ക്, ടു ഫീൽഡ് എന്നാണ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ വരുന്ന ഓൺ ദ ടേബിൾ, ടേബിളിൻ മേൽ. നേരെ തിരിച്ച് നമ്മൾ ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചർ ആദ്യം പഠിച്ചതാണല്ലോ. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിരിക്കണം കൊടുക്കണം. മേശമേൽ എന്നാണെങ്കിൽ ഓൺ ദ ടേബിൾ എന്നായിരിക്കും വരിക. അതുപോലെ അല്ല. ടു കളക്ട് എന്നാണ് ശേഖരിക്കുവാൻ. I go to field every day with my sister to collect medicinal plants for my grandmother. എൻ്റെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് മരുന്ന് ചെടികൾ ശേഖരിക്കുവാൻ എൻ്റെ പെങ്ങളോടൊപ്പം എന്നും ഞാൻ വയലിൽ പോകാറുണ്ട്. I threw a stone at the dog when it tried to come inside through the fence. വേലിക്കുള്ളിലൂടെ അകത്ത് വരാൻ ശ്രമിച്ച ഒരു പട്ടിയുടെ നേരെ ഞാൻ കല്ലെടുത്തെറിഞ്ഞു. He was beside her when I saw her at restaurant on Friday. വെള്ളിയാഴ്ച അവളെ ഞാൻ റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണുമ്പോൾ അവൻ അവളുടെ അരികെ ഉണ്ടായിരുന്നു. The rat hid under the table when the cat ran towards it. പൂച്ച എലിയുടെ നേർക്ക് ഓടിയപ്പോൾ എലി മേശയുടെ ചുവട്ടിൽ ഒളിച്ചു. അപ്പോൾ നമുക്ക് ഈ പ്രിപ്പോസിഷൻ ചേർത്തിട്ട് ഇതുപോലെ സെൻറ്റൻസിന് എത്ര നീളം വേണമെങ്കിലും നമുക്ക് കൂട്ടാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചുള്ള ഫോം അനുസരിച്ചിട്ട് പ്രിപ്പോസിഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. നമുക്ക് എസ്സേസ് ഉണ്ടാക്കാം, ഒറ്റ നിപ്പിൽ തന്നെ മിനിറ്റുകളോളം സംസാരിക്കാം. ഇതിനൊക്കെ പ്രിപ്പോസിഷനാണ് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിട്ട്
ഇന്ന് ട്രെയിൻ ചെയ്ത് നോക്കുക. താങ്ക് യു.